ആക്കി. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നു. ഓണാകാശമാണ് ഇന്ന് പൂക്കളായിട്ടും സദ്യയും ഞങ്ങൾ കറങ്ങാൻ പോകാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാ ഈ വലത്തെ സൈഡിലുള്ള ഡിസൈനാണ് ഞങ്ങൾ ഇടാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഞങ്ങൾ ഇടാൻ പോകുന്നത് കേട്ടോ. ഈ ഒരു നല്ല പ്ലേസാണ്, കുഴപ്പമില്ലാത്ത പ്ലേസാണ്. അപ്പോൾ ഞങ്ങൾ പൂവൊക്കെ പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇത് റോസാപ്പൂവാട്ടോ. ഇത് റോസാപ്പൂ, ഇത് ഓറഞ്ച് കളറിലെ ചെണ്ടുമല്ലി, ചിലർ ചെട്ടി എന്ന് പറയും. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് വെള്ള കളറിലെ ജമന്തിയാണ്. ഇത് ഏതോ ഒരു വയലറ്റ് കളറിലെ പൂവാണ് കേട്ടോ ഗൈസ്. നിങ്ങൾക്കറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക, പേര് കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും പേരറിയില്ല, അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതാ മഞ്ഞ ജമന്തിയും ചെണ്ടുമല്ലിയും കൂടി മിക്സ് ചെയ്തതാണ്, കുറേ ഉണ്ട് അതുകൊണ്ട്. അപ്പോൾ ഇതാ അങ്ങനെ ടോട്ടൽ 5 കളേഴ്സാണ് ഞങ്ങൾക്ക് ഉള്ളത് കേട്ടോ. അപ്പോൾ ആ മാമനും മാമിയും കൂടിയിട്ട് ഇവിടെ ഇത് വരച്ചുകൊണ്ടിരിക്കുകയാണ്, പൂക്കളം വരച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ അവർ സ്കെച്ച് കൊണ്ടാണ് വരക്കണത്. സൂക്ഷിച്ച് വരച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും. അപ്പോൾ അത് മയക്കണ നമ്മൾ വെള്ളം നനച്ച തുണി കൊണ്ടാണ്. അപ്പോൾ ആ വെള്ളം ഉണങ്ങാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും. അപ്പോൾ ശ്രദ്ധിച്ച് വരച്ചില്ലെങ്കിൽ കുറച്ച് പണിയാട്ടോ, കുറച്ച് പോലെ ഉണങ്ങാൻ നോക്കണം. അപ്പം നമ്മൾ ഇത് ചെയ്യണ തന്നെ കുറച്ച് സമയം നേരം വൈകിട്ടോ. 11 മണിയൊക്കെ ആയപ്പോഴും ഞങ്ങൾ തുടങ്ങിയത് പൂക്കളിടാൻ. അപ്പോൾ 1 മണിയൊക്കെ ആയി ഞങ്ങൾ പൂക്കളിട്ട് കഴിയുമ്പോഴൊക്കെ. പിന്നെ എൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഒരു 3:30 ആയി ഞങ്ങൾ സദ്യ ഉണ്ടപ്പോൾ. ഒരു 3:30 ഒക്കെ ആവും തോന്നുന്നു. അപ്പോൾ അതാ ഞങ്ങൾ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്, വരച്ച് കഴിഞ്ഞു. ഞാൻ വെറുതെ നിങ്ങൾ ഉറപ്പിക്കണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതാക്കിയത്. അപ്പോൾ ഇതാ ഇത് അതിൽ കണ്ട പോലൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ അങ്ങനെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്കൊന്നും തോന്നില്ല, ഇനിയിപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഒന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നടുവിൽ നമ്മൾ റെഡാണ് ഇടുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ എന്താ ഇട്ടു ഞാൻ ആലോചിക്കുകയാണ്, ഒന്നും കിട്ടുന്നില്ല. ഒരു കളർ പോലെ ഞങ്ങൾക്ക് നടുവിൽ റെഡ് ഇട്ടെടുക്കാൻ ആലോചിച്ച്. പിന്നെ ഞങ്ങൾ ആലോചിച്ച് വൈറ്റ് ഇട്ടെടുത്താലാണ്. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വായോ കേട്ടോ. അപ്പോൾ ഇതാ റെഡ് നല്ല കട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ നല്ല കട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മാമ ഒപ്പാക്കി കൊടുക്കുകയാണ്, നല്ലപോലെ ഒപ്പാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഇല്ലാത്ത ഭാഗമുണ്ട്, അതൊക്കെ മാമ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെ മാമ ആക്കി കൊടുക്കുന്നുണ്ട്. അത് പിന്നെ ശേഷം മാമ കയ്യേറ്റും സ്കെയിലേറ്റും ഒക്കെ ഒപ്പാക്കി കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് മാമ ഇപ്പോൾ ഒപ്പാക്കി കൊടുക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. മാമ കൈകൊണ്ടും സ്കെയിലുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കയറി ആക്കി കൊടുത്ത്. അപ്പോൾ മാമ കൈ നീക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ നീക്കി. അങ്ങനെ മാമ സ്കെയിൽ കൊണ്ടാക്കി, സ്കെയിൽ കൊണ്ട് തന്നെ നല്ലോണം ഒപ്പാക്കി കൊടുത്ത്. പിന്നെ ഞാൻ കുറേ സമയം എടുത്ത്. പൂക്കളിടലും വീഡിയോ എടുക്കലും അത്ര നല്ല ഏർപ്പാടല്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്ത് കുറച്ച് പണിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം എടുത്തിട്ടോ. അവിടെ ഇവിടെയൊക്കെ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട്, ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ ഞാൻ ഈച്ചയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. വെള്ള കളർ ജമന്തി ഇപ്പോൾ മഞ്ഞ കളറാവും, അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ, ആവാനായിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ വാങ്ങിച്ചു വന്ന പൂവാട്ടോ. ഇന്ന് നേരം വൈകണ്ടെന്ന് വെച്ചിട്ട് ഇന്നലെ തന്നെ വാങ്ങിച്ചു വന്നിട്ട് സ്പ്രേ ഒക്കെ അടിച്ച് നിർത്തിയതാട്ടോ. അപ്പോൾ ആ ജാറിലുള്ള എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. വഴിയെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. എന്താണെന്ന് നിങ്ങൾ കാണുകയും ചെയ്യും, അതിനുള്ളിൽ എന്താണെന്ന് നിങ്ങൾ കാണുകയും ചെയ്യും, അറിയുകയും ചെയ്യും. അപ്പോൾ ഞാൻ കുറേ സമയം ഇട്ട് കൊടുക്കണ കാരണം എനിക്ക് ഇങ്ങനെ ഞാനവിടെ ഫോൺ വെച്ചു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ തന്നെ നിൽക്കണത്. അപ്പോൾ ഇവിടെ ഞാനിങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ പൂവ്
ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഭയങ്കര കുഞ്ഞിതൊക്കെ ഇടാനാ വിചാരിച്ച, ഒരു കുഞ്ഞു പൂക്കൾ ഇടാനാ വിചാരിച്ച്. പിന്നെ പറ്റുന്നില്ല. അപ്പോൾ കുറേ പൂക്കളുള്ളപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് വലിയ പൂക്കൾ ഇടാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഞാൻ ഇവിടെ ഒരു ബന്ധെല്ലാം യെല്ലോ ഇട്ട് കൊടുക്കുന്നുണ്ട്. യെല്ലോ ഇവിടെ തന്നെ കേട്ടോ ഇതിൻ്റെ സ്ഥലം, ഇനിഇത് മാറുന്നില്ല. അപ്പോൾ യെല്ലോ ഇതാ ഇവിടെ തന്നെയാണ്. പിന്നെ ബാക്കിയുള്ള കുറച്ച് സ്ഥലമുണ്ട്, അവിടെയൊക്കെ ഇടണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ, യെല്ലോ കുറച്ച് ഇട്ടിട്ടുള്ളൂ. അതുകൊണ്ട് അവിടെയൊക്കെ ഇടാനുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് ഇട്ടിട്ടുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ ചെയ്യാണ്ട്, ബാക്കിയുള്ളതൊക്കെ ആലോചിക്കണം. എത്ര സമയം ഇരുന്നിട്ടാ മോനെ ഞങ്ങൾ ആലോചിച്ചെന്നറിയോ? നിങ്ങൾ അത് കണ്ടിട്ട് വാ. ഞങ്ങൾ ആലോചിച്ചതൊക്കെ എത്ര സമയം ഇരുന്നിട്ടാണ് നിങ്ങൾ കണ്ടിട്ട് വാ. അങ്ങനെ ഞങ്ങൾ ആലോചിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഓറഞ്ച് ഇട്ടാലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഓറഞ്ച് നമുക്ക് ബോർഡർ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒക്കെ പറഞ്ഞു. പിന്നെ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയാം കേട്ടോ. ഇവിടെ അതിട്ടാലോ ഇവിടെ ഇതിട്ടാലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത്ര നന്നായിട്ട് തോന്നിയില്ല. നല്ല കളേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ കണ്ട പോലെ തന്നെ ഇടണമെന്നായിരുന്നു. പക്ഷേ അതിനുള്ള പൂക്കളില്ല, കളേഴ്സ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ വയലറ്റ് ഇട്ടു കേട്ടോ. വയലറ്റ് കുഴപ്പമില്ലാതെ വെള്ളയും മാച്ചായ ഒരു കളറാണ്. അപ്പോൾ ഞങ്ങൾ വയലറ്റ് ഇങ്ങനെ ഒരു വട്ടം പോലെ ഇട്ടെടുത്ത് എല്ലായിടത്തും കേട്ടോ. എന്നിട്ട് അതിങ്ങനെ ആക്കി കൊടുത്ത് ഉണ്ടോ, അവിടെ ഇങ്ങനെ ആക്കി കൊടുത്ത്. ഇതാ അവിടെ ഇങ്ങനെ മഞ്ഞനെ മാറ്റൂലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. മഞ്ഞ അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കൈ വെച്ചില്ലേ, അവിടെ വരെ മഞ്ഞ വരും കേട്ടോ. അങ്ങനത്തെ ഓരോ കളികളിലാണ് മഞ്ഞ വരിക. അപ്പോൾ ഇതാ വയലറ്റ് കുറച്ച് അത്യാവശ്യത്തിനുണ്ട്. അപ്പോൾ അത് വിചാരിച്ച്. ഇനിയിപ്പോൾ ഇത് സ്പ്രെഡ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. അതൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടായോ? ഇതിപ്പോൾ സ്പ്രെഡ് ചെയ്ത് വരുമ്പോൾ കുറച്ച് സമയം എടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സ്കിപ്പ് ചെയ്ത് കളയാം കേട്ടോ. കുറച്ച് സ്കിപ്പ് ചെയ്യുക. ആദ്യമായിട്ടാണ് ഞാൻ ചാനൽ കാണുന്നത്, ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിതാ കുറച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒപ്പാക്കിക്കൊണ്ടിരിക്കും. മാമ അപ്പുറത്തെ സൈഡൊക്കെ ഒപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞാൻ അപ്പുറത്തായിട്ട് റോസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മാമ പറഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുത്തോന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ അവിടെ ഇട്ട് കൊടുത്തു. മാമ ഇട്ട് കൊടുക്കണതാണ് നിങ്ങൾ നേരത്തെ ജാറ് കണ്ട സാധനം. ഇത് ഇങ്ങനെ ചെയ്തവർക്ക് കുറച്ചൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇതാണ് മാവിൻ്റെ ഇലയില്ലേ, മാവിൻ്റെ ഇല ഒരു തുള്ളി വെള്ളം ചേർക്കാണ്ട് പൊടിച്ചെടുത്തതാട്ടോ. കുഞ്ഞു ചാറിൽ ഇറക്കുകയാണ് നല്ല പൊടിഞ്ഞു കിട്ടും. ഞങ്ങൾക്ക് വലിയ ചാറായിരുന്നു, കുഞ്ഞു ചാറ് കേടായിപ്പോയി. അതുകൊണ്ട് വലിയ ചാറിൽ അരച്ചെടുത്തത്. അതുകൊണ്ട് അധികം പൊടിഞ്ഞിട്ടില്ല, പുൽക്കൂട് പോലെ ഉണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം രാത്രി ആയപ്പോൾ പുൽക്കൂട് പോലെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും കേട്ടോ. കണക്കാണ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ ഓണത്തിന് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ഓണത്തിന് വ്ളോഗ് ഉണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. കഴിഞ്ഞ ഈ ഓണത്തിന് ഞങ്ങളിങ്ങനത്തെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. നല്ല വലിയ പൂക്കളായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു. അവിടെ കൊണ്ടുപോയിട്ട് കുറേ പേര് വാങ്ങിച്ചു. ഞങ്ങൾ അവിടെ കഴിഞ്ഞ ഓണത്തിന് ഞങ്ങൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു. ഇവിടെ കുറച്ചേ ഉള്ളൂ. ഇവിടെ ഇവർക്ക് പണിയൊക്കെ ഉള്ളതുകൊണ്ട് മാമാർക്കൊക്കെ പണി ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലം അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ കുറേ പൂക്കളൊക്കെ വാങ്ങിച്ചു കൊടുന്നതാ. ഈ മാവിൻ്റെ പൊടി അവിടെ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. റോസാപ്പൂത മാമ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഇടല്ല, സോറി, ഞാൻ ഇട്ടതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ടത് മാമക്ക് ഫില്ലിങ്ങാണ്ട് തുടങ്ങിയപ്പോൾ മാമ അവിടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച്.
അപ്പോൾ ഞാനെന്താ ഇനി ഇത് കഴിഞ്ഞിട്ട് ഫുൾ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നിങ്ങൾ വെറുതെ ബോറടിക്കണ്ട. അപ്പോൾ അതാ നേരത്തെ ഞാൻ പട്ടുപാവാട ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. പൂക്കളുടെ കളറാവണ്ട വിചാരിച്ചിട്ട് നേരത്തെ ഞാൻ ഊരി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇട്ടതാണ് ഞാൻ ഒരുങ്ങി വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഡാൻസ് കഴിഞ്ഞിട്ട് ആണ് സദ്യ. അപ്പം നിങ്ങളത് പോയി കണ്ടിട്ട് വായോ. അപ്പോൾ ഇതാണ് ഡാൻസ്. അനിയത്തി വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് ഷെയ്ക്കൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കണേ. അവളുടെ വിരലൊക്കെ കാണുന്നുണ്ടോ, ഒന്ന് ക്ഷമിക്കണേ. അവൾക്ക് ശരിക്കും വീഡിയോ എടുക്കണത് എങ്ങനെയാണെന്ന് അറിയില്ല, ഞാൻ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ നമ്മൾ ഡാൻസ് കഴിഞ്ഞു പെട്ടെന്ന് തന്നെ സദ്യ വിളമ്പി. നല്ല വിശപ്പുണ്ടായിരുന്നു, പെട്ടെന്ന് തന്നെ സദ്യ വിളമ്പി. ബീട്രൂട്ട് വറവുണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് വറവുണ്ടായിരുന്നു, അച്ചാറുണ്ടായിരുന്നു, ചിപ്സ് ഉണ്ടായിരുന്നു, അവിയലുണ്ടായിരുന്നു, കൂട്ടുകറി ഉണ്ടായിരുന്നു, പച്ചടി ഉണ്ടായിരുന്നു, ബീട്രൂട്ട് പച്ചടി ഉണ്ടായിരുന്നു. പിന്നെ പഴം ഉണ്ടായിരുന്നില്ല കേട്ടോ. പഴം ഞങ്ങൾ വെക്കാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല, മറന്നുപോയി, അതുകൊണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. സോറി. അപ്പോൾ ശർക്കര ഉപ്പേരി കിട്ടിയില്ല കേട്ടോ. കിട്ടാറുണ്ടല്ല, അത് വാങ്ങിക്കാറുണ്ടായിരുന്നു ഞങ്ങൾ. ഉണ്ടായിരുന്നു ഞങ്ങളവിടെ, അത് തീർന്നു പോയി കേട്ടോ. മുമ്പേ പെട്ടെന്ന് തീർന്നു പോയി, അതുകൊണ്ട് പറ്റിയില്ല. അപ്പോൾ ഇത് ഐറയാണിത്, കാണാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ഐറൂസാണ്. അതാ ഞങ്ങൾ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇത് രസമാണ് കേട്ടോ. ചിപ്സ് വെച്ചപ്പോൾ ഞാൻ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പൊടിച്ചിട്ടെടുത്താലേ കുറച്ച് കൂടുതലൊക്കെ ഉണ്ടായിട്ട് തോന്നുള്ളൂ. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ പൊടിച്ചെടുത്ത് ഞാൻ വീഡിയോ എടുക്കുന്നുമുണ്ട്, ഞാൻ എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. ലിയ അവൾക്ക് പിന്നെ വിളമ്പാനൊന്നും കൊടുത്തിട്ടില്ല. അവൾ അത്രയ്ക്ക് അളവ് അറിയില്ല, പിന്നെ എവിടെ വിളമ്പണമെന്നും അറിയില്ല അവൾക്ക്. അതുകൊണ്ട് അവൾക്ക് വിളമ്പാനൊന്നും അധികം കൊടുത്തില്ല. അപ്പോൾ ഞങ്ങളിതാ സദ്യ തിന്ന് അടങ്ങിയിട്ടാ. അപ്പോൾ നല്ല അടിപൊളി ചോറ് കൂട്ടി കഴിച്ച് നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. എല്ലാതും കൂടി കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ലീയതാ ഊരിയിട്ട് അവൾക്ക് കുത്തണമെന്നൊക്കെ പറഞ്ഞിട്ട് ഊരിയിട്ടു കേട്ടോ. അപ്പോൾ ഇത് അപ്പുറത്തിരിക്കണ മാമക്ക് നമുക്ക് പൂക്കളം വെച്ചത്. മറ്റേത് 3 മാമാരുടെ, ഒന്ന് ദുബായിലാണ്, ഇത് ഉമ്മ, ഇത് പപ്പാട്ടാ. മാമൻ ദുബായിലായിരുന്നു. അപ്പോൾ ഞാൻ പായസം കുടിക്കണം. എൻ്റെ മോനെ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പാലട പായസമായിരുന്നു കേട്ടോ. നല്ല ഇഷ്ടമായിരുന്നു. അത് ഞാൻ പപ്പടം കൂട്ടി കഴിച്ചപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല. പിന്നെ ഞാൻ കഴിച്ചിട്ടോ, പപ്പടം കൂട്ടാൻ തന്നെ അതുകൊണ്ട് കുടിച്ചു. നല്ല രസമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിട്ടോ പായസമൊക്കെ.
ഇപ്പോൾ കഴിച്ച് നമ്മളിതാ ബീച്ചിൽ പോവാണ്. അപ്പോൾ നമ്മൾ ബീച്ചിൽ പോകണമെങ്കിൽ സ്ലോ മോഷൻ എടുക്കാൻ വേണ്ടിയിട്ട് ഫോണിൽ വേറെ ഫോണിലെടുത്തതാണ് ഞാൻ അപ്പോൾ ഞങ്ങൾ ബീച്ചിൽ പോയിട്ടുള്ളതിൻ്റെ ഒരു സ്ലോ മോഷൻ വീഡിയോ കേട്ടോ നിങ്ങൾ കാണുന്നത്. ഞാൻ ഓടി ചെന്ന് കടലിലേക്ക് ചാടണ വീഡിയോ ആണ്. മുഴപ്പിലങ്ങാടാണ് തന്നെ ആഴം ഭയങ്കര കുറവായതുകൊണ്ട് ഓടിപ്പോയിട്ടൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ 6 മണിക്ക് മുമ്പ് ഇറങ്ങണം കേട്ടോ. 6 മണിക്ക് മുമ്പ് നല്ല അവിടെ അങ്ങനെ പോയിട്ടുള്ളവർക്ക്, ലാഴ്ച പോയിട്ടുള്ളവർക്ക്, ദൂരെ പോയിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇറങ്ങാനല്ല ഇങ്ങോട്ട് ആ കരയ്ക്ക് വരണം കേട്ടോ. അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ ഇത് കഴിഞ്ഞു. ആലിയ ഓടിപ്പോയി, ഐറൂസ് വന്നു കേട്ടോ. അവള് കളിക്ക് ഓടിപ്പോയി. അപ്പോൾ ഞങ്ങൾ വന്നു. ഇത്ര വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ്, തൊട്ടുള്ള ബെല്ലേക്ക് പ്രസ് ചെയ്യുക. ബൈ.